മുസ്ലിം സമൂഹത്തിന് വഖഫ് ഭൂമി നേടിക്കൊടുക്കാൻ ഇടതു സർക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന വാദവുമായി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. കേരള മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന തന്റെ പുതിയ പുസ്തകത്തിലാണ് ജയരാജൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊടുത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനിടയിലാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച കാര്യങ്ങൾ പറയുന്നത്. മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള സമരം കൂടുതൽ ശക്തമാകുമ്പോഴാണ് ഇടതു സർക്കാർ എപ്പോഴും വഖഫ് ബോർഡിനൊപ്പമായിരുന്നു നിലകൊണ്ടിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. വി.എസ്. അച്യുതാനന്ദൻ സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നതെന്ന വാദം ഉയർന്നു വന്നപ്പോഴൊക്കെ തള്ളിക്കളയുകയാണ് സിപിഎം ചെയ്തത്. എന്നാൽ സിപിഎമ്മിലെ തന്നെ മുതിർന്ന നേതാവായ പി ജയരാജന്റെ കേരള മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ജയരാജൻ കൃത്യമായി തന്നെ സിപിഎമ്മിന്റെ നിലപാട് പറയുന്നുണ്ട്. വഖഫ് സ്വത്തുകളുടെയും സാവരജംഗമ വസ്തുക്കളുടെയും കണക്കെടുക്കുന്നതിനും അന്യാധീനപ്പെട്ടവ തിരിച്ചുപിടിക്കുന്നതിനും ജസ്റ്റിസ് നിസാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുകയും അന്യാധീനപ്പെട്ട സ്വത്ത് തിരിച്ചുപിടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പുസ്തകത്തിലെ വരികൾ അവസാനിക്കുന്നത്. അതായത് നിസാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് സിപിഎം ആണ്. ആ വഖഫിന്റെ സംവിധാനത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചതും അതിന് നടപടിയെടുത്തതും സിപിഎം ആണ് എന്ന് അക്കമിട്ടിട്ട് പി ജയരാജൻ നിരത്തുകയാണ്. ഇപ്പോൾ നിയോഗിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുനമ്പത്തുകാർ മാത്രമല്ല, കേരള സമൂഹം മനസ്സിലാക്കുമെന്ന് CPIM മനസ്സിലാക്കുന്നത് നല്ലതാണ്. വഖഫ് ഭൂമി കണ്ടെത്തുക, അത് തിരിച്ചുപിടിക്കുക, വഖഫ് ഭൂമിയുടെ കണക്കെടുക്കുക എന്നിവയ്ക്കായി സർക്കാർ നിയോഗിച്ചത് നിസാർ കമ്മീഷനെയായിരുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നതെന്ന് മുൻ വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴാണ് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ്. തങ്ങൾ മുനമ്പത്തുകാർക്കൊപ്പമാണെന്ന് പറയുമ്പോഴും വഖഫ് അധിനിവേശത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് CPM എക്കാലവും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ജയരാജന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ജനം, കോഴിക്കോട്.